ഈ രോഗം നമ്മളെ കൊണ്ടേ പോകും. ഈ ക്യാൻസർ ഒക്കെ കുറച്ച് നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വഷളാകും. എന്താ ചെയ്യാന്, ഓരോരുത്തരുടെ വിധി. ഞാനൊന്ന് കടവരെ പോയിട്ടോ. ആരാ? ഞാൻ അറിയാതെ വന്നതാ. അറിയാതെ വന്നോ? ഞാൻ സയന്റിസ്റ്റിനെ ഇഷ്ടപ്പെട്ട് വന്നു. സയന്റിസ്റ്റോ? ഏത് സയന്റിസ്റ്റ്? അത് പറയാൻ പറ്റില്ല. ഇവിടെ താമസിച്ചോടെ. താമസിച്ചോ? ഇനി വരുന്നവർക്ക് പോകുന്നവർക്കല്ലേ ഇവിടെ കേറാമല്ലോ. ഒന്നും വെച്ച് പറഞ്ഞല്ല കേട്ടോ. വളരെ നന്ദി ചേട്ടാ. ചേട്ടൻ എന്താ പ്രശ്നം? ഒന്നുമില്ല, ചെറുതായിട്ടൊരു ക്യാൻസർ രോഗം. അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എപ്പോൾ വേണേലും ജീവിതം പോവും. അപ്പൊ ഞാനൊരു മരുന്ന് തരട്ടെ? മരുന്നോ? ഇനി എന്ത് മരുന്ന് വെച്ചിട്ട് എന്ത്? ഇതൊന്നും കഴിച്ചോ, എല്ലാം മാറും. ഇവൻ ഏതോ സയന്റിസ്റ്റിന്റെ അടുത്ത് ഓടി വന്നതെന്നൊക്കെയാ പറഞ്ഞേ. അതിന്റെ ഒരു മരുന്നുണ്ടെന്ന് ക്യാൻസർ മാറ്റാൻ. കഴിച്ചു നോക്ക്. അതാരാ? ഇവനോ? ഇവനും എന്നെ പോലെ തന്നെ ക്യാൻസറിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഗ്രീൻ പീസ് പോലെ ഉണ്ടല്ലോ. മരുന്നോ? സമാധാനമില്ല ഇപ്പം. ഏതോ ഇപ്പൊ എങ്ങനെ പറയാനാണ്? അത് വേറെ ഒരു മരുന്നല്ല, സൂപ്പർ പവർ എന്ന് പറയുന്ന ഗുളികയാണ്. സൂപ്പർ പവറോ? കോമിക്കൊക്കെ വായിച്ചു നടക്കുന്നതന്നെ. വിശ്വസിക്ക്, ആ സയന്റിസ്റ്റ് എന്നെ തപ്പി വന്ന ഞാൻ എന്നെ കണ്ടിട്ടില്ലെന്ന് പറയാനുള്ളൂ. ആരാ? ഞാനാ സയന്റിസ്റ്റ്. സയന്റിസ്റ്റോ? നിങ്ങൾ സ്റ്റീഫനെ കണ്ടു? അവൻ ഇല്ല, കണ്ടില്ല. എന്റെ കൂടെ എന്റെ ലാബ് വരവാ. വരാം. ഇതല്ല എന്റെ ലാബ്. എന്റെ ലാബിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ശക്തികളെ കുറിച്ച് നിങ്ങൾ സ്വയം ബോധ്യപ്പെടണം. നിങ്ങൾ അത് ബോധ്യപ്പെട്ടിട്ട് എന്റെ ലാബിലേക്ക് വാ. നിങ്ങൾക്ക് എന്റെ അഡ്രസ് ഞാൻ വാട്സാപ്പ് ചെയ്തു. റെഡിയല്ലേ? ഓക്കെ, എന്തായിരുന്നു? ഹലോ ഹലോ ഹലോ, ഇതാണ് എന്റെ ലാബ്. ഞങ്ങളെ എത്ര ഇങ്ങോട്ട് കൊണ്ടുവന്നു? നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് കാരണം സ്റ്റീഫനെ നിങ്ങൾ ഓൾറെഡി കണ്ടു എന്ന് എനിക്കറിയാം. അവൻ നിങ്ങൾക്ക് ഒരു പൊടി തന്നു കാണും. അത് കഴിച്ചപ്പോ നിങ്ങൾക്ക് മാരകമായ ശക്തി ലഭിച്ചു എന്നും എനിക്കറിയാം. ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടില്ല. നിന്റെ വർഷങ്ങളുടെ കഠിനാധ്വാനമാണ് ആ സാമ്പിൾസ്. അതുകൊണ്ടാണ് അവൻ ഓടിയത്. നിങ്ങൾ അവനെയും ആ സാമ്പിൾസും എനിക്ക് തരണം. അല്ല, ഞങ്ങൾ നിനക്ക് അവനെ പിടിച്ച കാര്യം എന്താ? ഒന്നാലോചിച്ച് നോക്ക്. എനിക്ക് നിങ്ങൾക്ക് ശക്തി തരാൻ പറ്റുമെങ്കിൽ ആ സാമ്പിൾസ് വെച്ച് എത്ര പേർക്ക് ശക്തി കൊടുക്കാൻ പറ്റും? ഈ ലോകം തന്നെ എനിക്ക് അല്ല നമുക്ക് ഭരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഭരിക്കണ്ടെങ്കിലോ? നിനക്ക് മനസ്സിലായില്ലെങ്കിൽ വേണ്ട. നിനക്ക് മനസ്സിലാവുന്നത് എനിക്കറിയാം. നിനക്ക് ഈ ലോകം ഭരിക്കണ്ടേ? നിന്നെ ആൾക്കാർ അവസാനമായി റെസ്പെക്ട് ചെയ്തു തുടങ്ങും. ഫൈനലി കുറച്ചു പേര് നിന്നെ പരിഗണിക്കാൻ തുടങ്ങും. നിനക്ക് അതൊന്നും വേണ്ടേ? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിനക്ക് ശക്തിവാനാകണ്ടേ? ആൾക്കാർ നിന്നെ റെസ്പെക്ട് ചെയ്യണ്ടേ? നിനക്ക് ഇത്ര നാൾ വില നിനക്ക് കിട്ടണ്ടേ? ഇതെല്ലാം ചെയ്യണമെങ്കിൽ നീ അവനെയും അവന്റെ ഉള്ള സാമ്പിൾസും എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നേക്കാം. വേണ്ട, തെറ്റാണ്. നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. സയന്റിസ്റ്റ് ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ആ സയന്റിസ്റ്റിനെ ഇറങ്ങുന്ന മോഷ്ടിച്ചത് സൂപ്പർ പവർ നൽകുന്ന സാമ്പിൾസ് ആയിരുന്നല്ലേ? അദ്ദേഹം എന്നോടും അവനോടും നിന്നെ പിടിച്ചു കൊടുക്കാനാ പറഞ്ഞില്ലേ? ഇല്ല, അല്ല, അപ്പൊ നിങ്ങൾ എന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നോ? ഇല്ല, ഞാൻ നിന്നെ പിടിച്ചു കൊടുക്കില്ല. പക്ഷെ അവൻ ചില
അവൻ കാണാതെ ഞാൻ എവിടെ താമസിക്കും? നീ എന്നോട് ഈ വീട്ടിൽ താമസിച്ചു, അവനിവിടെ കേറിയ അവൻ്റെ നട്ടല്ലാണ്. നന്ദി. എന്താണ് ഇങ്ങോട്ട്? ഒട്ടും സംസാരിക്കാൻ സമയമില്ല. സ്റ്റീഫൻ എവിടെ? സ്റ്റീഫനെ നിനക്കെന്തിനാ? ഞാൻ അവനെ സുരക്ഷിതമായിട്ട് സയൻറ്റിസ്റ്റിൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. നീ നമ്മൾ പേടിക്കണ്ടല്ലോ. നീ അവനെ എനിക്ക് വിട്ടു വന്നേക്ക്. ഞാൻ അവനെ സുരക്ഷിതമായി കൊണ്ടുപോകാം. ഞാനവനെ സുരക്ഷിതമായിട്ട് എൻ്റെ അടുത്ത് വെച്ചാൽ എന്താ കുഴപ്പം? നീ സ്റ്റീഫനെ എനിക്ക് വിട്ടതാ. അവൻ്റെ കയ്യിലുള്ള പവേഴ്സ് വെച്ച് നമുക്ക് എക്സ്ട്രാ പവർഫുൾ ആവാൻ പറ്റും. പറ്റില്ല. ആ സയൻറ്റിസ്റ്റ് അവൻ്റെ കയ്യിലുള്ള സാമ്പിളും കൂടെ എടുത്തിട്ട് ഈ ലോകത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് നീയും കൂട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് പുറത്തോട്ട് പോവാ. ശാന്തമായ ദിവസം. ശാന്തത ഞാൻ കളയട്ടെ. അടിയുണ്ടാക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്റ്റീഫൻ എവിടെ എന്ന് പറ. എനിക്ക് അടിയുണ്ടാക്കാൻ താല്പര്യമില്ല. നീ എൻ്റെ കൂട്ടുകാരനാ. അതുമല്ല, സ്റ്റീഫനെ തന്നെ ഈ ലോകത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറുമാണ്. അടിയുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. സാർ, അവനെ വീണ്ടും മിസ്സായി. അവനെ കൊന്നിട്ട് നീ അവനെ കൊണ്ടുപോവാ. അവനെ ഞാൻ കൊണ്ടുവരും, പക്ഷെ ആ ശക്തി ഫുൾ എനിക്ക് തരണം. പേടിക്കണ്ട, ഞാനാ. അവൻ നിന്നെ തപ്പി ഇവിടെ വരെ വന്നിട്ടുണ്ട്. യെസ്. പറ്റിച്ചിട്ട് പോവാന്ന് ഓർത്തോ? ഞാൻ സ്റ്റീഫനോട് മാത്രമേ പോകൂ. നീ അങ്ങോട്ട് നോക്കോ. ആ വന്നോ പിന്നെ? സ്റ്റീഫ, ഇവിടെ വാ. നീ എൻ്റെ ഫ്രണ്ടാ. എനിക്ക് നിന്നെ അപകടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പോവാം. ഹലോ ഹലോ, എന്നാ? ഞാനൊരു സ്ഥലത്തിൻ്റെ അഡ്രസ് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. രാത്രി അങ്ങോട്ടൊന്ന് വരണം. എന്തിനാ? എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. എനിക്കെല്ലാം ബോധ്യമായി. നീ അങ്ങോട്ട് സമാധാനമായിട്ട് അങ്ങോട്ടൊന്ന് വാ, നമുക്കൊന്ന് സംസാരിക്കാം. ഈ രാത്രി എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ ഇപ്പോഴും പറയാൻ ഞാൻ തന്നെയാണ്. തെറ്റിയായിരിക്കുന്നു. അവൻ പറയുന്ന കേട്ട് നീ എല്ലാം ചെയ്യാൻ. അവനെ കൂടെ കിട്ടിയാ ഈ ലോകം നമുക്ക് ഭരിക്കാം. എന്തിന്? ലോകം വെച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാ? അദ്ദേഹം അവൻ്റെ കയ്യിലുള്ള എല്ലാ സാമ്പിളും കൊണ്ടുപോയി നമ്മളെക്കാളും വലിയ പവർഫുൾ സാധനത്തെ ഉണ്ടാക്കി ലോകത്തെ നശിപ്പിക്കാനാ പ്ലാൻ. എനിക്ക് അവനെ വിട്ടതാ. എനിക്ക് അവൻ്റെ പവേഴ്സും കൂടെ വേണം. എന്നിട്ട് ഞാൻ ഈ ലോകം ഭരിക്കും. നീ അവനെ പ്രൊട്ടക്ട് ചെയ്തോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ പ്രൊട്ടക്ഷൻ തകർത്തുന്നു. ഈ ലോകത്തിന് ദോഷകരമായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഫൈറ്റ് ഇവിടെ കാണുന്നില്ല. എന്നെ അവനെ മൃത വിട്ടേരെ. എനിക്ക് ഈ ലോകം നശിക്കുന്ന കാണാൻ വയ്യ. അവനെ ഞാനിവിടെ കൊണ്ടുവന്ന് മനസ്സിലായി. അവനിനി എന്തായാലും ഇങ്ങോട്ട് ഒന്നുകൂടി വരും. അപ്പൊ പ്രശ്നങ്ങൾ. ഏയ്, സയന്റിസ്റ്റ് പറഞ്ഞു നിന്നെ കൊന്നിട്ട് സ്റ്റീഫനെ കൊണ്ടുവരാൻ. ഇതിനെ നിനക്ക് കിട്ടില്ല. ഇതൊരു അവസാനം കണ്ടെത്താനുള്ള സമയമായിട്ടുണ്ട്. I am going to put an end to this.
ലോകം അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ. എന്നെ ഈ ലോകം മൊത്തം റെസ്പെക്ട് ചെയ്യണം. നീ ചെയ്യരുത്. ലോകത്തെ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? നീ എൻ്റെ കൂട്ടുകാരനായിരുന്നു ഒരിക്കൽ, പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ വേണ്ട, സ്റ്റീഫനെ മതി. വേണ്ട, നീ ഇത് ചെയ്യരുത്. ഇനിയും സ്റ്റീഫനെ ചുറ്റി നടക്കുവാണെങ്കിൽ നമ്മൾ തമ്മിലൂടെ മാരകമായ യുദ്ധമുണ്ടാകും. നോ, പറ്റില്ല. എനിക്കവനെ ഇപ്പോൾ കിട്ടണം. എങ്കിൽ യുദ്ധമെങ്കിൽ യുദ്ധം. ഭൂമിക്ക് പുറത്ത് ശ്വസിക്കാനുള്ള ശക്തി എനിക്ക് മാത്രമാണ്. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ വഴിമാറി പോകുന്നു, അതുകൊണ്ട്. നീ ചെയ്യുന്ന തെറ്റാണ്. നിനക്ക് ലോകം വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? എല്ലാ ജനങ്ങളുടെയും ജീവൻ കളഞ്ഞിട്ട് നിനക്ക് എന്തുണ്ടാക്കാനാ? ആ സയന്റിസ്റ്റ് നിന്നെ ചീത്തയാക്കി. നീ ഈ പാത പിന്തുടരേണ്ടവനല്ല. നിന്റെ ഉള്ളിനുള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. നീ അവനെയാണ് പുറത്തു വിടേണ്ടത്. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. സോറി, മനസ്സിലായി എനിക്ക്. പക്ഷേ ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് ഒരാൾക്ക് മാത്രമേ തിരിച്ചു പോകാൻ സാധിക്കൂ. അത് ഈ പവറുള്ള ആൾക്ക് മാത്രം, അതായത് എനിക്ക്. പക്ഷേ നീ ജീവിക്കണം. എന്റെ ശക്തി നീ എടുത്തോ. എല്ലാം എനിക്ക് മനസ്സിലായി. ആ സയന്റിസ്റ്റ് ഈ സാമ്പിൾസ് വെച്ച് എല്ലാം നശിപ്പിക്കാനുള്ള പദ്ധതിയിലാണ്. ആ സാമ്പിൾസ് എനിക്ക് ഇതാ, ഞാനത് എന്നേക്ക് നശിപ്പിച്ചേക്കാം. അപ്പൊ എമിനേറ്റർ എവിടെ? രാജ്യത്തിനും എനിക്കും വേണ്ടി മരിച്ചു. അപ്പൊ സയന്റിസ്റ്റിനെ എന്നാ ചെയ്യും? അദ്ദേഹത്തിന്റെ സാമ്പിൾസ് ഇല്ലാത്തത്രയും കാലം അദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാനൊന്ന് കാണുന്നുണ്ട്.